എങ്കിലും സംസ്കൃത വ്യാകരണത്തിൽ സമ്പൂർണമായത് പാണിനീയ മഹർഷിയുടെ വ്യാകരണമാണ്. ഒരു മഹാത്ഭുതമാണത്. മഹാത്ഭുതം, മഹാത്ഭുതം തന്നെ പറയണം പാണിനീയം. അത്ര വലിയൊരു അത്ഭുതം ലോകത്തിൽ വേറെ ഇല്ല. ഇത് ചിദാനന്ദപുരി സ്വാമി പറയണതല്ല. ലോകത്തിൽ അനേക ഭാഷകളിൽ നിപുണനായിരുന്നു പ്രൊഫസർ ബ്ലൂംഫീൽഡ്. 16ഓളം ഭാഷകളിൽ വിദ്വാനായിരുന്നു. ഗ്രീസ് പൗരാണിക വാങ്മയത്തിലും ഭാരതീയ ശാസ്ത്രങ്ങളിൽ ഒരുപോലെ വിദ്വാനായിരുന്നു. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം, ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള പ്രഭാഷണമാണ്. ആരാ കേൾവിക്കാർ? മുഴുവൻ പ്രൊഫസർമാരാണ്, മുഴുവൻ വിദ്യാർത്ഥികളല്ല. അതായത് പൗരസ്ത്യ പാശ്ചാത്യ ഭേദത്തിൽ പറയപ്പെടുന്ന ദർശനങ്ങളെക്കുറിച്ചുള്ളൊരു സമന്വയാത്മക പ്രഭാഷണമായിരുന്നു അത്. പ്രഭാഷണം കഴിഞ്ഞ് സംശയ നിവാരണത്തിൻ്റെ സമയമായി. അപ്പോൾ ഒരാൾ പറഞ്ഞു, അങ്ങ് വളരെയധികം സഞ്ചരിച്ചിട്ടുള്ള ആളാണ്, ലോകത്തിലെ എല്ലാ ദർശനങ്ങളെക്കുറിച്ചും അങ്ങേക്ക് അറിയാം, അനേക ഭാഷകൾ അങ്ങേക്ക് അറിയാം. അതുകൊണ്ട് അങ്ങയോട് ചോദ്യം ചോദിക്കട്ടെ, അങ്ങയുടെ അറിവിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാത്ഭുതം എന്താണെന്ന്? ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാത്ഭുതം എന്താണ്? നമ്മളാരോടെങ്കിലും ചോദിച്ചാൽ നമ്മളെന്താ പറയുക? ചൈനയിലെ വൻമതിൽ, പീസായിലെ ചെരിഞ്ഞ ഗോപുരം, അല്ലേ? നമ്മളങ്ങനെയല്ലേ പറയുക? ബ്ലൂംഫീൽഡിന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം പറഞ്ഞു, പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം. അത് കഴിഞ്ഞേ വേറെ എന്ത് അത്ഭുതമുള്ളൂ? ഇത് സാധാരണക്കാരനല്ല പറഞ്ഞത്. അവിടെയുള്ള പ്രൊഫസർമാർ ഞെട്ടിപ്പോയി. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാത്ഭുതം പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായി എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ അങ്ങനെ പറഞ്ഞത്? പാണ്യം പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരു സൂത്രം അങ്ങോട്ടാക്കാൻ വയ്യ, ഒരു സൂത്രം ഇങ്ങോട്ടാക്കാൻ വയ്യ, ഒരക്ഷരത്തിന് കൂടുതലോ കുറവോ വരുത്താൻ വയ്യ. ഒരു മഹാത്ഭുതമാണ് പാണിനീയം. നമ്മളിത് ഭാരതീയരാന്ന് പറയുകയും ചെയ്യും, ഇല്ലേ? എന്ത് പാണി, അതാരാത്? അഷ്ടാധ്യായി. അതിപ്പോൾ എന്താ അഷ്ടാധ്യായി? അതിനിപ്പോൾ എന്താ പത്ര അത്ഭുതം ഉണ്ടാവാനുള്ളത്, ഇല്ലേ? അതിനിപ്പോൾ എന്താ പത്ര അത്ഭുതം ഉണ്ടാവാനുള്ളത്? അതൊരു പുസ്തകം അല്ലാണ്ടെന്ന്. അത് പറയട്ടതൊരു രത്നസമുദ്രമാണ് പാണിനീയം എന്നുള്ളത്, വ്യാകരണം എന്നുള്ളത്.